ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് കായത്തിന്റെ ബോക്സ് ആണ്. നമുക്ക് ഈ ഒരു ബോക്സിനകത്തേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. നമ്മൾ അതിനകത്തേക്ക് ന്യൂസ് പേപ്പർ ഒക്കെ നിറച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അവിടെ ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോക്സിൽ ഈ ഒരു ബ്ലാക്ക് പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസ് ഒക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ പറയണം. നമ്മൾ ഈ ഒരു ബോക്സിൽ ബ്ലാക്ക് പേപ്പർ ഒക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റിൽ നമ്മൾ ഇതിൽ ലൈസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ക്യാരറ്റ് വരച്ചെടുക്കണം. അപ്പൊ നമുക്കതൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനൽ ഉണ്ട്. ആ ഒരു ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പൊ ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓറഞ്ച് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മളതിൽ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ കൂടുതലായി നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്കതിന്റെ ബാക്കിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമുക്കത് ഒട്ടിച്ചെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ബാക്കിലേക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ ബാക്കിലും കൂടെ ഓറഞ്ച് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ക്യാരറ്റിന്റെ മുകളിൽ ഒട്ടിച്ചെടുക്കാനുള്ളതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലും നമ്മൾ ഗ്രീൻ കളർ പേപ്പറൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മളൊരു സ്കെച്ച് പേന എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റിൽ ഇതുപോലെ ഇങ്ങനെ ലൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഇവിടെയും കൂടെ സ്കെച്ച് പേന ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വൈറ്റ് കളർ ഫോം ഷീറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മളൊരു അടപ്പ് വെച്ചൊരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഇതിൽ നമ്മളൊരു റാബിറ്റിനെയാണ് വരച്ചെടുക്കുന്നത്. ഇനി നമുക്കതിന്റെ ചെവികൾ വരച്ചെടുക്കാം. നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റിന്റെ പുറകിലായിട്ട് നിൽക്കുന്ന ഒരു റാബിറ്റിനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റാബിറ്റിന്റെ തലയുടെ ആ ഒരു ഭാഗവും കൈകളും കാലുകളും മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് റാബിറ്റിന്റെ കൈകളും കാലും കൂടി ഒന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്കതിന്റെ കണ്ണുകളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. നമുക്ക് ഈ ഒരു മുയലിനെ ചെയ്തെടുക്കാൻ ഫോം ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് കട്ടിയുള്ള പേപ്പറിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മളതിൽ പെയിന്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഇതുപോലെയൊക്കെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ചെവിയിലും കൂടെ സ്കെച്ച് പേന ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. ഇതുപോലെ നമ്മൾ അതിലെല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അത് ഒട്ടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് അതിലേക്ക് അതെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. മുയൽ ക്യാരറ്റിന്റെ പുറകിലായിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്കതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും ചെയ്തെടുക്കേണ്ട. സിമ്പിൾ അല്ല നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ബ്ലാക്ക് പേപ്പറൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സിന്റെ മുകളിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് വെച്ച് കൊടുക്കണം. ഇനി വൈറ്റ് കളർ ഫോം ഷീറ്റ് ഇല്ലാന്ന് വിചാരിച്ച് ചെയ്ത് നോക്കാതിരിക്കരുത്. നമുക്ക് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പെയിന്റ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതുപോലെ നമ്മൾ കൈകളൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാലുകൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ നമ്മളതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബോക്സിന്റെ മുകളിലേക്ക് ഇത് നമുക്ക് വെച്ച് കൊടുക്കണം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു ബോക്സിൽ ലൈസൊക്കെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ ലൈസൊക്കെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാരറ്റ് അതിലേക്ക് വെച്ച് കൊടുക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു 3 ടൂത്ത് പിക്ക് ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ അവിടെ സൂചി ഉപയോഗിച്ച് ഒരു 3 ഹോൾ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടൂത്ത് പിക്ക് അവിടെ ഒന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള 2 എണ്ണം കൂടെ നമുക്ക് അവിടെ വെച്ച് കൊടുക്കണം. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ ആ ക്യാരറ്റ് അവിടെ വെച്ച് നോക്കിയിട്ട് ടൂത്ത് പിക്ക് കാണുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ക്യാരറ്റ് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അതിന്റെ ബാക്കിലും കൂടെ കുറച്ച് ഗ്ലൂ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ അതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഈ തെർമോക്കോൾ ബാൾസും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ ഇതാ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന തെർമോക്കോൾ ബാൾസ് ഒക്കെ നമ്മൾ അതിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു വർക്ക് നമുക്ക് ടേബിളിന് മുകളിലൊക്കെ വെക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.